എക്സ്ക്യൂസ് മീ. എന്റെ പേര് ഗജേന്ദ്ര മല്ലാടിയാണ്. ഗ്രേറ്റ്. 57 വയസ്സ്. അതെന്റെ കുഴപ്പമല്ലല്ലോ. IAS ഉദ്യോഗസ്ഥൻ. മാസം 5 ശമ്പളം. പൊങ്ങച്ചം പറയാതെ കാര്യം പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞ ഡോക്ടറെ പറയൂ. ഞാൻ എല്ലാ ദിവസവും നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളുള്ള ജീവിതമാണ്. IAS ഉദ്യോഗസ്ഥനല്ലേ, ഒരുപാട് തിരക്ക് കാണും. ഒരുപാട് തിരക്ക്. ഈ തിരക്ക് പിടിച്ച ജീവിതമല്ല അവിടെ കഴിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്റെ ഭാര്യയോട് ഉണ്ടാകും. ഞാൻ ഇവിടെ ആദ്യം ഒന്ന് മൈൻഡ് ചെയ്ത് അകത്തോട്ട് ബെഡ്റൂമിലേക്ക് പോയി കട്ടിലേക്ക് ഇരിക്കും. ആദ്യം മൈൻഡ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇവള് എന്റെ തൊട്ടടുത്ത് വന്നിങ്ങനെ ഇരിക്കും. തോളയിലോട്ട് എന്റെ കൈ, അവളുടെ കൈ എന്റെ തോളയിലോട്ട് അങ്ങോട്ട് കൊണ്ടുവെക്കും. കൈ വെച്ചിട്ട് അല്ല പറഞ്ഞോണ്ട് വരുന്ന സംഭവം വിശദമായി പറയൂ. ഞാൻ പറയാം. പക്ഷെ ഇത് പുറത്തു പറയാൻ പറ്റുന്നില്ല. ഞാൻ ആരോട് പറയും? ഇവിടെ ആരുമില്ല. പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയരുതെന്നാണ്. പറയത്തില്ല. തോളെ കൈ വെച്ചിട്ട് നീട്ടണ്ട. തോളെ കൈ വെച്ചിട്ട് എന്റെ കാതോട് ചേർന്നിരുന്നോണ്ട് എന്റെ പെണ്ണുമ്പോൾ എന്റെ അടുത്ത് പറയും. എന്തു പറയും? ഇനിയും കിടന്ന് മൂത്രമൊഴിച്ചാൽ ഞാൻ ഈ ബെഡ്ഷീറ്റ് എടുത്തിട്ട് സ്നഗ്ഗി ആക്കി വെച്ച് തരുമെന്ന്. എനിക്ക് ഗജേന്ദ്രൻ മന്നാടിയാർ, IAS ഉദ്യോഗസ്ഥൻ, 5 ഡിജിറ്റ് സാലറി. ഇപ്പോഴും കട്ടിലേ കിടന്ന് മൂത്രമൊഴിക്കല പരിപാടി. ഇവിടെ നാണമുണ്ടോ പോത്തെ? തനിക്ക് നാണമുണ്ടോ? ഞാൻ പുരുഷന്മാരെ മൊത്തം എനിക്കത് തന്നെ പോലെ ഒറ്റ മതിയല്ലോ. ഇതൊന്നും വെളി പറയരുത് കേട്ടോ, നാണക്കേടാണ്. സിസ്റ്റർ, താനോ ഇത് പെണ്ണുങ്ങളറിയണം, സ്ത്രീകൾ അറിയണം. പറയും ഞാൻ സ്ത്രീകൾ അറിയണം. തന്നെ പോലുള്ളവർ നാണം കിടണം. സിസ്റ്റർ ഇവിടെ വരൂ. സിസ്റ്റർ അല്ലേ പറഞ്ഞത് ഞാൻ മാത്രമേ കട്ടിലേ കിടന്ന് മൂത്രം ഒഴിക്കാറുള്ളൂ എന്ന്? നിൽക്കുന്ന ഒരു മഹാൻ. എടാ നാണം കിടന്നില്ല ഇങ്ങോട്ട്. Wow, what a sketch. Yeah, what a time.